അവളെ കണ്ടതും ശ്രുതി എഴുന്നേറ്റ് വന്നിരുന്ന് ഒരു ചെറിയ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ച് കയ്യിലിരുന്ന ലെറ്റർ ശ്രുതിക്ക് നൽകി. വെൽക്കം അവർ ഫാമിലി. ചെറുചിരിയോടെ അനുഗ്രഹം പറഞ്ഞ് അവൾക്ക് നേരെ കൈനീട്ടിയപ്പോൾ നിറഞ്ഞൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിടർന്നിരുന്നു. ഒരു നിധി പോലെ അവൾ ആ കത്ത് വാങ്ങി അതിനുശേഷം അനുഗ്രഹയ്ക്ക് കൈ നൽകി. പുറത്തേക്കിറങ്ങിയപ്പോഴേ സന്തോഷം തന്നെയായിരുന്നു അവളെ വലയം ചെയ്തത്. ഉടനെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങൾ വാങ്ങി. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് 2 നൈറ്റി വാങ്ങി. കുറച്ച് കാലങ്ങളായി അമ്മ നിറം മങ്ങിയ തുണിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അനിയൻ കുഞ്ഞൂട്ടന് ഇഷ്ടപ്പെട്ട ബേക്കറി സാധനങ്ങൾ വാങ്ങി. അച്ഛന് കുറച്ച് മരുന്നുകളും മറ്റും വാങ്ങി. ഏറെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ബസ് കയറി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സമാധാനപൂർണമായി മനസ്സിൽ നിലനിൽക്കുന്നത് എന്ന് ശ്രുതി ഓർക്കുകയായിരുന്നു. വീട്ടിൽ വരെ എത്തുന്ന ക്ഷമയുണ്ടായിരുന്നില്ല. ബസ്സിലിരുന്ന് തന്നെ സിന്ധു ചേച്ചിയെ വിളിച്ച് ജോലി കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിക്ക് വലിയ സന്തോഷമായിരുന്നു. പിന്നീട് അച്ചാർ കമ്പനിയിലെ രാജമ്മ ചേച്ചിയെ വിളിച്ച് മറ്റൊരു ജോലി ശരിയായി എന്നും നാളെ തന്നെ ജോയിൻ ചെയ്യേണ്ടതിന് ഇനി മുതൽ വരാൻ പറ്റില്ല എന്നും പറഞ്ഞു. പെട്ടെന്ന് ജോലി നിർത്തിയതിൻ്റെ നീരസം അവരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നു. തൽക്കാലം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തെ ശൂന്യമാക്കാൻ ആ വാക്കുകൾ കേൾപ്പുണ്ടായിരുന്നില്ല. ജോലിക്ക് പോകാനിറങ്ങിയ മകൾ ഉച്ചയായപ്പോൾ തിരികെ വരുന്നത് കണ്ടപ്പോൾ അമ്മയിൽ ഒരുപോലെ ആദിയും പരിഭ്രമവും നിറഞ്ഞിരുന്നു. എന്താടി, ഇന്ന് പോയില്ലേ? ആ തലക്കറക്കം വീണ്ടും വന്നു? പെട്ടെന്ന് അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അല്ലമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. കാര്യം മനസ്സിലാകാതെ അവരവരുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ജോലി കിട്ടി, നല്ലൊരു ജോലി. നമ്മുടെ സിറ്റിയിലെ ഏറ്റവും വലിയ കമ്പനിയിലാണ്. നല്ല ശമ്പളമുണ്ട്. മാസം 25,000 രൂപ ശമ്പളം. നീ എന്താ പറയുന്നത്? അതിന് മാത്രം എന്ത് ജോലി? എനിക്ക് പേടിയാവുന്നു കേട്ടിട്ട്. അജിത തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അത് വലിയ കമ്പനി ആയതുകൊണ്ടാണ് അത്ര രൂപ ശമ്പളം തരുന്നത്. ഞാനും അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവിടെ എനിക്ക് ജോലി കിട്ടുമെന്ന്. ഇന്നലെ ഒരു സാറ് വന്നില്ലേ, ആ സാറിൻ്റെ കമ്പനിയാണ്. നമ്മുടെ സിറ്റിയിൽ ഒരുപാട് സ്ഥലത്ത് അവർക്ക് കുറേ കമ്പനികളുണ്ട്. തുണിക്കട, ജ്വല്ലറി, പിന്നെ ഫാക്ടറി, അങ്ങനെ ഒത്തിരി കമ്പനികൾ. ആ സാറിൻ്റെ ഓഫീസിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. പേഴ്സണൽ സെക്രട്ടറിയാണ്. അതാണ് 25,000 രൂപ ശമ്പളം. സത്യമാണോ മോളെ? മനസ്സിലാവാതെ അജിത ചോദിച്ചു. സത്യമാ അമ്മേ. ഇനി നാളെ മുതൽ ജോയിൻ ചെയ്യണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ശമ്പളത്തിന് മുന്നേ തന്നെ 10,000 രൂപ തന്നു. ബാക്കി 15,000 രൂപ ഈ മാസം ലാസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്നലെ നീ പോയ ഇൻ്റർവ്യൂ വിജയിച്ചു അല്ലേ? ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ എല്ലാത്തിനും ധൈര്യത്തോടെ നേരിട്ടു. ഇപ്പം കുറച്ച് സമാധാനമായി. ഇനി കുറച്ച് പണം കൊടുത്ത് കടം തീർക്കണം. എന്തെങ്കിലും ചിട്ടി കൂടണം. എന്നിട്ട് ആദ്യം ആ ശിവൻ്റെ കടം തീർക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കടങ്ങളൊക്കെ, ശ്രുതി പറഞ്ഞു. ഒരുപാട് മനക്കോട്ട കെട്ടണ്ട. ആദ്യം ജോലി എങ്ങനെയാണെന്നൊക്കെ തീരുമാനിച്ചിട്ട് മതി. എനിക്കെന്തോ ശമ്പളം കേട്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര ശമ്പളം കിട്ടുമോ ഒരു ജോലിക്ക്? എനിക്ക് വലിയ അറിവില്ല, എങ്കിലും ഇത്രയൊന്നും കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അജിത തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല. അത് ശരിയാണമ്മേ. നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊക്കെ ഇത്രയും ശമ്പളം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അവർ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് തന്നെ ശമ്പളം തരുന്നതായിരിക്കും. ഏതായാലും നീ നന്നായിട്ട് അന്വേഷിച്ചിട്ട് ജോലിക്ക് പോയാൽ മതി. ഇപ്പോഴത്തെ കാലമല്ലേ, വലിയ ആൾക്കാരവരൊക്കെ നല്ല സ്വാധീനമുള്ളവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ നമുക്ക് മാത്രമേ പോകാനുള്ളൂ. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ എന്താ ജോലിയെന്ന് നമുക്കറിയില്ലല്ലോ. നീയാണെങ്കിൽ കാണാൻ വലിയ തെറ്റില്ലാത്തൊരു പെൺകുട്ടിയും ഇത്രയും വലിയ ശമ്പളത്തിലൊക്കെ ജോലി തരിക എന്ന് പറയുമ്പോൾ അമ്മയ്ക്കെന്തോ ഒരു പേടി പോലെ. ചിലപ്പോൾ അത് അമ്മയുടെ മാത്രം പേടിയായിരിക്കും. അജിത തൻ്റെ മനസ്സിലെ ആവലാതികൾ പങ്കുവച്ചു. അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയ്ക്ക് ആ കമ്പനിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അവിടെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം വരുന്നവർക്കും ഇത്രയും രൂപയുണ്ട് ശമ്പളം. ജോലി നല്ലതാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. ഈശ്വരൻ നൽകിയ അനുഗ്രഹം അങ്ങനെ കരുതാം. നീ എന്തായാലും കയറി വാ, ചോറ് കഴിക്കാം. ഞാൻ കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മീനും വാങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള കുറേ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചാർ കമ്പനിയിൽ നിന്നും കിട്ടുന്നത് പോലെ ആഴ്ചയിൽ നിന്നും പൈസ കിട്ടില്ല, മാസത്തിലേ ഉള്ളൂ. ആവശ്യമുള്ളതൊക്കെ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. അച്ഛനോട് ഞാൻ ഈ സന്തോഷ വാർത്ത പറയട്ടെ. അത് പറഞ്ഞവൾ മുറിക്കുള്ളിലേക്ക് കയറി. ചെറിയൊരു ആശ്വാസമായിരുന്നു അജിതയ്ക്ക് തോന്നിയത്. എങ്കിലും മകൾക്ക് യാതൊരു വിധത്തിലുള്ള അബദ്ധവും ഉണ്ടാവരുതെന്ന് ആ മാതൃഹൃദയം പ്രാർത്ഥിച്ചു. രാവിലെ നേരത്തെ പോകേണ്ടതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാൻ സമയം കിട്ടില്ലെന്നു ഉറപ്പായതിനാൽ അവൾ വൈകുന്നേരം 5 മണിയോടെ അമ്പലത്തിലേക്ക് പോയിരുന്നു.
അമ്പലത്തിൽ പോയി കൃഷ്ണനോട് നന്നായി തന്നെ നന്ദി പറഞ്ഞു. നേർച്ചയും വഴിപാടുകളും എല്ലാം തന്നെ ചെയ്തു. ഒരുപാട് താങ്ക്സ്. അന്ന് നേർച്ച നേർന്നു പോയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ആ ജോലി എനിക്ക് തന്നെ കിട്ടുമെന്ന്. എൻ്റെ വിഷമങ്ങൾ കാണാൻ ഈശ്വരൻ ഉണ്ടല്ലോ, ആ ഒരു സമാധാനമുണ്ട്. വിഗ്രഹത്തിൽ നോക്കി അവൾ പ്രാർത്ഥിച്ചു. പിന്നെ സമാധാനത്തോടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും 3 മിസ്ഡ് കോൾ കിടക്കുന്നത് കണ്ടു. 3 വട്ടം വിളിച്ചതിനാൽ തന്നെ അവൾക്ക് തിരിച്ചു വിളിച്ചു. 2-3 ബെല്ലിനു ശേഷമാണ് ഫോൺ എടുത്തത്. ഈ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ആരാ? അവൾ ചോദിച്ചു. ശ്രുതിയല്ലേ? അല്പം ഗൗരവം നിറഞ്ഞ ആ സ്വരം കേട്ടപ്പോൾ തന്നെ ഉടമയെ അവൾക്ക് മനസ്സിലായിരുന്നു. സഞ്ജയ് സാറാണോ? അതെ, ഞാൻ മൊബൈൽ വാങ്ങണമെന്ന് പറഞ്ഞത് വാങ്ങിയിരുന്നില്ലേ? അവൻ ചോദിച്ചു. ഇല്ല സർ, ആരും തന്നില്ല. ആര് തരാനാ? അത് തൻ്റെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ തനിക്കൊരു ഫോൺ ഉണ്ടാവുമെന്ന്. റിസപ്ഷനിൽ ഇരിക്കുന്ന ആരോടെങ്കിലും അത് ചോദിച്ചു വാങ്ങണമായിരുന്നു. പെട്ടെന്ന് അവൻ്റെ സ്വരത്തിലെ ദേഷ്യം അവളിൽ ഭയം നിറച്ചിരുന്നു. സോറി സർ, എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. തുടക്കം തന്നെ കല്ലുകടിയാണല്ലോ ശ്രുതി. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ നാളെ രാവിലെ 8:30 എൻ്റെ വീടിന് മുന്നിൽ ഉണ്ടായിരിക്കണം. ആ ശരി സർ, ഉണ്ടാകും. എൻ്റെ വീട് തനിക്കറിയോ? അറിയില്ല സർ. പിന്നെ എങ്ങനെയാ നാളെ 8:30 വീട്ടിൽ വരുന്നത്? സോറി സർ, അത് ഓർത്തില്ല. തനിക്ക് ഈ ജോലി പറ്റുമോ? അവൻ വീണ്ടും ചോദിച്ചു. ഞാനൊക്കെ പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ സർ. പോകെയൊക്കെ ശരിയായിക്കോളും. പക്ഷേ കുറച്ച് സമയം വേണ്ടിവരും എന്നേ ഉള്ളൂ. ശരി ശരി, ഓഫീസിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. പിന്നെ ഞാൻ പറയുന്ന വഴി വരണം. ഒരു കാര്യം ചെയ്താൽ മതി. നാളെ ഓഫീസിൽ വന്നിട്ട് താൻ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ വഴി പറഞ്ഞു തരാം. പിന്നെ അവിടുന്ന് ബസ്സിൽ നിന്ന് കയറി വരാൻ നിൽക്കണ്ട, ഒരു ഓട്ടോയിൽ വന്നാൽ മതി. ശരി സർ. പിന്നെ വരാമെന്ന് പറഞ്ഞാൽ 8:30 തന്നെ വരണം. 8:31 പോലും ആകാൻ പാടില്ല. അതെനിക്കിഷ്ടമുള്ള കാര്യമില്ല. ശരി സർ. പിന്നെ ഇപ്പോൾ തന്നെ 3 വട്ടം ഫോൺ വിളിച്ചു, എന്നിട്ടും തന്നെ കിട്ടിയില്ല. എപ്പോൾ വിളിച്ചാലും കോൾ എടുക്കണം. ഞാൻ അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു, അപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പോയിൻമെൻറ്റ് ലെറ്റർ തൻ്റെ കയ്യിൽ കിട്ടിയ സമയം മുതൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ കമ്പനിയുടെ ആളാണ്. അപ്പോൾ കമ്പനി കാര്യങ്ങൾ പറയാൻ എപ്പോഴും ഫോൺ വിളിക്കും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ശരി സർ. ഫോൺ കട്ട് ചെയ്തപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ഇയാൾക്കൊപ്പം എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നൊരു ഭയം ഒരു നിമിഷം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൻ വലിയ കർക്കശക്കാരനാണെന്ന് ഈ ഒരൊറ്റ ഫോൺ കോളിൽ കൂടി തന്നെ അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി കുറേയേറെ സമയം പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അമ്മയുടെ ഒരു കോട്ടൺ സാരിയാണ് അണിഞ്ഞത്. അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്ന് അച്ഛൻ്റെ കാല് തൊട്ട് വന്ദിച്ചു. അമ്മയുടെയും അനുഗ്രഹം വാങ്ങി ഈശ്വരന്മാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അല്പം നേരത്തെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നലെയുള്ള സഞ്ജയുടെ സംസാരത്തിൽ നിന്നും അവൻ കൃത്യനിഷ്ഠക്കാരനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കുറച്ച് സമയം വൈകിയ അതിൻ്റെ പേരിൽ ജോലിയെ ബാധിക്കുമോ എന്ന പേടി അവൾക്കുണ്ടായിരുന്നു. പതിവിലും നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തുകയും ഏറ്റവും നേരത്തെ വന്ന വണ്ടിയിൽ തന്നെ പോവുകയുമാണ് അവൾ ചെയ്തത്. ഓഫീസിന് മുൻപിൽ എത്തിയതിനു ശേഷം സഞ്ജയ് പറഞ്ഞ നമ്പറിലേക്ക് അവൾ വിളിച്ചിരുന്നു. 2-3 വട്ടം ഫോൺ എടുക്കാതെ റിംഗ് അവസാനിച്ചപ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നിയിരുന്നു. ഓഫീസിൽ തന്നെയുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് അവൾ വീണ്ടും ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഒരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഇല്ലാതെ വന്നപ്പോൾ അവന് ദേഷ്യമായിട്ടുണ്ടോ എന്നവൾക്ക് തോന്നി. വാച്ചിൽ സമയം ആകുന്നതേയുള്ളൂ. 5 മിനിറ്റിന് ശേഷം ഫോൺ തിരികെ വന്നപ്പോൾ വലിയ ആവേശത്തോടെയാണ് അവൾ ഫോൺ എടുത്തത്. എവിടെയാണ്? തിരികെ ഒന്നും ചോദിക്കാനുള്ള ഗൗരവമാർന്ന സ്വരം. ഓഫീസിന് മുന്നിലുണ്ട് സർ. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് മതി. അവിടുന്ന് വാട്സപ്പിൽ ലൊക്കേഷൻ ഇടാം. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? ഉണ്ട് സർ. എങ്കിൽ പിന്നെ ആ ലൊക്കേഷൻ എടുത്ത് ഡ്രൈവറോട് പറഞ്ഞാൽ മതി എവിടെ നിർത്തണമെന്ന്. ശരി സർ. ഭവ്യതയോടെ അവൾ പറഞ്ഞു. അതിനുശേഷം ഒരു ഓട്ടോയിൽ കയറുകയും അവൻ അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഓഫീസിൽ നിന്നും അധിക ദൂരമൊന്നും വീട്ടിലേക്ക് ഉണ്ടായിരുന്നില്ല. ഗേറ്റിന് മുന്നിൽ നിർത്തി പണം കൊടുത്ത് ഗേറ്റിനരികിലേക്ക് നടന്നു. അതിനുള്ളിലായി ഉയർന്നു നിൽക്കുന്ന ഒരു ആഡംബര സൗധം കാണാമായിരുന്നു. കരിങ്കൽ പാകിയിൽ മതിലിൽ സ്വർണ്ണലിപിയിൽ എഴുതിയിരിക്കുന്ന കൈലാസം എന്ന പേരിലേക്കാണ് അവളുടെ ശ്രദ്ധ ചെന്നത്. അപ്പോൾ ഇവിടുത്തെ ശിവനാണ് വിളിച്ചത്, വെറുതെയല്ല, ഉഗ്രകോപം. ആത്മകഥ പറഞ്ഞതിനു ശേഷം മെല്ലെ ഗേറ്റിൻ്റെ അരികിലേക്ക് നടന്നു. സെക്യൂരിറ്റിക്കാരൻ അവളെ ആകപ്പാടി നോക്കി. സാർ പറഞ്ഞിട്ട് വന്നതാ. സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. നോട്ടത്തിലെ സംശയം കണ്ടുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞു. അയാൾ ആരെയും ഫോൺ വിളിച്ച് ചോദിക്കുകയും അവിടെ നിന്ന് അനുമതി ലഭിക്കുകയും ഒക്കെ ചെയ്തു എന്ന മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അയാളൊന്നും സംസാരിച്ചില്ല. തിരികെ ഒന്നും സംസാരിക്കാൻ അവളും നിന്നില്ല.
അകത്തേക്ക് കയറിയപ്പോൾ കൊട്ടാരമാണോ അത് എന്ന സംശയം ആയിരുന്നു അവൾക്ക്. ഒരു നിമിഷം നോക്കി നിന്നുപോയി. എവിടേക്ക് പോകണമെന്ന് പോലും മനസ്സിലാവാതെ നിന്നു. വലതുവശത്തേക്ക് നടക്കാൻ തുടങ്ങിയവളെ സെക്യൂരിറ്റിയാണ് തിരുത്തിയത്. ജോലിക്കാരുടെ ഔട്ട് ഹൗസാണ്, മുന്നോട്ട് പോകണം. അവൾ പതിയെ മുൻപിലേക്ക് നടന്നു. ഔട്ട് ഹൗസ് ഇങ്ങനെയാണെങ്കിൽ വീട് എങ്ങനെയായിരിക്കുമെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചിരുന്നത്. കാർ പോർച്ചിൽ കിടക്കുന്ന കാർ കണ്ടപ്പോൾ തന്നെ അവൻ അകത്തുണ്ടെന്ന് തോന്നിയിരുന്നു. വീടിനരികിലേക്ക് എത്തിയപ്പോൾ ബെല്ലിന് പകരം മണി തൂക്കിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. നീട്ടിയൊരു ബെല്ലടിച്ചു. സ്വർണ്ണ കസവിൻ്റെ നേരിയതും മുണ്ടും ചുറ്റി ഐശ്വര്യം തുളുമ്പിയ ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത്. ഒരു നിമിഷം അവരുടെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി നിന്നു, ഒരു ദേവീ വിഗ്രഹം പോലെ. ആരാ, മനസ്സിലായില്ലല്ലോ? ചിരിയോടെ ആ സ്ത്രീ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ശ്രുതി, സഞ്ജയ് സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. അത് കുട്ടിയാണോ? അവൻ പറഞ്ഞിരുന്നു. ഞാൻ മല്ലിക, അവൻ്റെ അമ്മയാണ്. സോറി മേഡം, എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഭവ്യതയോടെ അവൾ പറഞ്ഞു. കുട്ടി എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട. ഇവിടെ ആരും മേഡം എന്നെ വിളിക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. മല്ലികാമ്മ എന്ന് വിളിച്ചോളൂ. എല്ലാവരും അങ്ങനെയാണ് വിളിക്കുക. ശരി മല്ലികാമ്മേ. പെട്ടെന്നുള്ള അവളുടെ മറുപടിയിൽ അറിയാതെ മല്ലിക ചിരിച്ചു പോയിരുന്നു. മോളകത്തേക്ക് വരൂ. ചിരിയോടെ അവളെ ക്ഷണിച്ചു. ഏറെ സന്തോഷത്തോടെ അവൾ അകത്തേക്ക് കയറുകയും ചെയ്തു. മോള് ഇവിടെ ഇരിക്കുക. അവൻ റെഡിയാവുന്നതേ ഉള്ളൂ. ഞാൻ ചെന്ന് മോളെത്തിയ കാര്യം പറയാം. പിന്നെ കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? എന്താണ് ഇഷ്ടം? ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. എങ്കിലും ഒരു ചായ കുടിക്ക്. ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ, ഇനി തല കറങ്ങിയാലോ? ചിരിയോടെ അവർ പറഞ്ഞപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് വിശദമായി അവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അറിയാതെ ഒരു ചിരി അവളിലും വിടർന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ. അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയും. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞതാ, തെറ്റിദ്ധരിക്കേണ്ട. അവളുടെ സംസാരവും രീതികളും ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അവർ മുകളിലേക്ക് കയറിയപ്പോൾ ആകമാനം അവളൊന്ന് നോക്കി. തടിയിൽ തീർത്ത മനോഹരമായ വീടാണ്. ഒരു വലിയ അക്വേറിയമാണ് ആ വീടിൻ്റെ നടുക്ക് ഭംഗി നൽകുന്നത്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് ഒരു നടുമുറ്റവും അവിടെ ചെറിയൊരു കുളവും അവൾ കണ്ടത്. ആ വീടിൻ്റെ ഭംഗി എടുത്തു കാണിക്കുന്നത് അവിടെയാണ് എന്ന് അവൾക്ക് തോന്നി. വളരെ മനോഹരമായ സ്ഥലം, ഒരു പ്രത്യേക സൗന്ദര്യം അവൾക്ക് അനുഭവപ്പെട്ടു. കൗതുകത്തോടെയാണ് ആ ഭാഗത്തേക്ക് നിന്നത്. അവിടെ നിന്നപ്പോൾ വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം തെളിഞ്ഞു കണ്ടപ്പോൾ ആ പ്രതിബിംബത്തിൽ താൻ വേറൊരാളാണെന്ന് അവൾക്ക് തോന്നി. സാരി ഉടുത്ത രൂപം അവൾക്ക് ഇഷ്ടമായില്ല. നിറഞ്ഞു കിടക്കുന്ന വെള്ളവും അതിന് നടുവിലായി അതിമനോഹരമായ ഒരു താമരപ്പൂവും. എത്ര ഭംഗിയാണ് അവിടെ കാണാനെന്ന് അവൾ ചിന്തിച്ചു പോയിരുന്നു. വഴിക്ക് വീഴരുത്. ഗൗരവമാർന്ന സ്വരം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സഞ്ജയാണ്. ഫോർമൽ വേഷത്തിൽ തന്നെയാണ്. ഓഫീസിൽ പോവാൻ തയ്യാറായി ഇറങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല സർ, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഓട്ടോയിലുള്ള ചേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സാറിൻ്റെ വീടാണെന്ന്. ഓക്കെ ശ്രുതി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അത് കഴിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നോ? കഴിച്ചു സർ. സാറ് ഭക്ഷണം കഴിച്ചു വരൂ. ഓക്കെ ഗുഡ്. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കിറങ്ങാം. പിന്നെ ഇന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കാണും. ഓഫീസിൽ വെച്ച് തന്നെയാണ്, കോൺഫറൻസ് ഹാളിലാണ്. താൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട് പാഡിൽ എഴുതിയെടുക്കാൻ മറക്കരുത്. എപ്പോൾ ചോദിച്ചാലും മൊബൈൽ, ലാപ്ടോപ്പ് ഇത്തരം കാര്യങ്ങൾ കയ്യിൽ വേണം. ഇന്ന് തന്നെ റിസപ്ഷനിസ്റ്റോട് അനുഗ്രഹയുടെ കയ്യിൽ നിന്നും ലാപ്പും ഫോണും വാങ്ങണം. അത് മറക്കരുത്. ദിവസവും ഞാൻ തരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒരു PDF ഫയലാക്കിയിട്ട് എനിക്ക് രാത്രി തന്നെ മെയിൽ ചെയ്ത് തരണം. നമ്മുടെ പിറ്റേ ദിവസം മീറ്റിങ്ങിനടക്കമുള്ള ഒരു ദിവസം ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായാൽ ഞാൻ സംസാരിക്കുന്ന രീതി തന്നെ മാറും. പിന്നെ ആരോടും കൂടുതൽ ഫേവർ ചെയ്യാതെ ജോലി ചെയ്യുക. ഓഫീസിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വേണ്ട. ജോലിയിൽ നന്നായി ശ്രദ്ധിക്കണം. ആത്മാർത്ഥമായി ജോലി ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് പോലും ചെക്ക് ചെയ്യാതെ ഈ ഒരു പോസ്റ്റ് തനിക്ക് നൽകിയത്. അത് എപ്പോഴും ഓർമ്മ വേണം. തീർച്ചയായും ഉണ്ടാകും സർ. പിന്നെ പറയാമോ എന്നറിയില്ല, എങ്കിലൊരു സജഷൻ പറയാം. ഈ വേഷം തനിക്ക് ഒട്ടും ചേരുന്നില്ല. അന്ന് ഓഫീസിൽ വന്നപ്പോൾ ഇട്ടതുപോലെ ചുരിദാർ തന്നെയാണ് ആപ്റ്റ്. തൻ്റെ മനസ്സ് അവൻ വായിച്ചെടുത്തപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഞാൻ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ ചുരിദാറിൽ ഇഷ്ടമായില്ലെങ്കിൽ എന്ന് കരുതി. സി മിസ് ശ്രുതി, നമുക്കൊരു വ്യക്തിത്വമുണ്ട്. അത് നമ്മൾ എന്നതിൻ്റെ പേരിലും അടിയറ വയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ജോലിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ആവശ്യമില്ല. തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷം തന്നെ ഇടാം. അതൊരു ബുദ്ധിമുട്ടാവുന്നില്ല. ഇതൊരു വെച്ചുകെട്ട് പോലെയുണ്ട്. മെച്ചുവേർഡ് ആവാൻ വേണ്ടി വെച്ച് കെട്ടിയതുപോലെ. സോറി സർ.
എല്ലാ കാര്യത്തിനും സോറി പറയണമെന്നില്ല. ഇപ്പോൾ 2-3 വട്ടമായി. എന്തിനാ ഇങ്ങനെ? എന്തേലും വലിയ കുറ്റം ചെയ്യുമ്പോൾ മാത്രം പറയേണ്ട ഒരു കാര്യമാണിത്. ചെറിയ ചെറിയ തെറ്റുകൾക്ക് ആ പദം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇരിക്ക്, ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവൻ്റെ ഗൗരവമാർന്ന മറുപടിയിൽ അവളൊന്ന് തലയാട്ടി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് ശ്വാസം വീഴുന്നത് പോലെ തോന്നിയത്. അപ്പോഴേക്കും മല്ലിക കയ്യിൽ ഒരു കപ്പുമായി അരികിലേക്ക് വന്നിരുന്നു. ചെറുചിരിയോടെ അവൾ അത് വാങ്ങി.